ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകപ്രശസ്ത വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായിയുടെ i30 ആണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ഹ്യുണ്ടായി i30 എന്നാൽ ഹ്യുണ്ടായിയുടെ ഒരു സ്മോൾ ഫാമിലി കാറാണ്. 2007 ഹ്യുണ്ടായി ആദ്യമായിട്ട് i30 അവതരിപ്പിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഫേസ് ലിഫ്റ്റായിട്ട് 2012 അവരുടെ സെക്കൻഡ് ഫേസ് ലിഫ്റ്റ് വന്നു. അതിനുശേഷം 2016 വന്ന തേർഡ് ജനറേഷൻ ഹ്യുണ്ടായി i30 ആണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ഓസ്ട്രേലിയയിലെ ഹ്യുണ്ടായി i30യുടെ പ്രധാന എതിരാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊയോട്ട കൊറോള ഹാച്ച് ബാഗും അതോടൊപ്പം തന്നെ മസ്ഡ 3യുമാണ്. പക്ഷേ ഈ രണ്ട് എതിരാളികളെയും ഹ്യുണ്ടായി നേരിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലയിൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ അവർക്ക് മാക്സിമം സ്പെക്സ് ആൻഡ് ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ടാണ് ഈ രണ്ട് എതിരാളികളെയും ഹ്യുണ്ടായി നല്ല രീതിയിൽ ഓസ്ട്രേലിയയിൽ നേരിടുന്നത്. അപ്പോൾ 2019 മുതൽ നമുക്ക് ഹ്യുണ്ടായി i30 ഇന്ത്യയിലേക്ക് വരും എന്ന് പറയുന്നത് കേൾക്കുന്നതല്ലാതെ ഇതുവരെ അത് ഇന്ത്യയിൽ എത്തിയിട്ടില്ല. ഞാൻ പല വെബ്സൈറ്റുകളിൽ സെർച്ച് ചെയ്ത സമയത്തൊന്നും അതിനി എപ്പോൾ ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് വലിയ ഐഡിയകളൊന്നും കിട്ടിയിട്ടില്ല. എനിവേ ഹ്യുണ്ടായി i20യും i10ഉം ഒക്കെ നല്ല രീതിയിൽ ഇന്ത്യയിൽ വിൽപ്പന നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്ക് ഈ വണ്ടിയുടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇതിൽ DRL ഹെഡ്ലൈറ്റ്സിനോട് ചേർന്നാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇവിടെ DRL കൊടുത്തിരിക്കുന്നത് ഇതിന് തൊട്ട് താഴെയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്രില്ലാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. കാരണം ഹ്യുണ്ടായി i30 തേർഡ് ജനറേഷനിലേക്ക് വന്ന സമയത്ത് i30 എന്ന് പറയുന്ന ആ ഒരു ഒറ്റ വാക്ക് മാത്രമേ അവർ നിലനിർത്തിയിട്ടുള്ളൂ. ബാക്കി അടിമുടി മാറ്റം വരുത്തിയിട്ടാണ് നമുക്ക് ഹ്യുണ്ടായി i30 ഇതിനെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഹ്യുണ്ടായി i30യുടെ ഏറ്റവും എടുത്തു പറയത്തക്ക രീതിയിലുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രോം സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. ഈ ഗ്രില്ലിനെ ഇവർ പറയുന്നത് കാസ്കാഡിങ് ഗ്രില്ല് എന്നാണ്. ഈ ഗ്രില്ലാണ് ഈ ഹ്യുണ്ടായി i30യുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വളരെ നീളമുള്ള ബോണറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹ്യുണ്ടായി i30ക്ക് നല്ല നീളമുള്ള ബോണറ്റാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഹ്യുണ്ടായി i30ക്ക് നല്ല നീളമുള്ള വരുമെന്നും പക്ഷേ നല്ല വലിപ്പം ഉണ്ട്. കാരണം ഇവരുടെ കോമ്പറ്റീറ്റേഴ്സായ കൊറോളയും അല്ലെങ്കിൽ മസ്തയുടെ 3 ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും നല്ല ബൂട്ട് സ്പേസ് ഉള്ള ഒരു വണ്ടിയും കൂടെയാണ് നമുക്ക് ഹ്യുണ്ടായി i30. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ഡിസൈൻ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആകെപ്പാടെ ഇതിനകത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽസും അതുപോലെ തന്നെ ബോഡി കളേർഡ് റിയർ വ്യൂ മിറേഴ്സുമാണ് നമുക്ക് ഈ വണ്ടിക്കുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ഇഞ്ച് ടയേഴ്സാണ്. ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത് 205/55 ഇതിൻ്റെ പ്രൊഫൈൽ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല നീളമുള്ള വണ്ടിയായിട്ട് തോന്നും. എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നീളമുള്ള ഒരു വണ്ടി തന്നെയാണ് ഇത്. പിന്നെ നമ്മുടെ ബാക്ക് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാക്ക് ഡിസൈനാണ് കേട്ടോ ഹ്യുണ്ടായി i30യുടെ. കാരണം ഈ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളിൽ ഏറ്റവും നല്ല ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്ക് ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്ന ഈ വണ്ടിക്കാണ്. നമുക്കിപ്പോൾ പണ്ടുണ്ടായിരുന്ന നമുക്ക് ഓർമ്മ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്നിൻ്റെ ബാക്ക് ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെന്നിൻ്റെ ബാക്ക് ഡിസൈൻ വളരെ പ്ലെയിൻ ആയിരുന്നു. പക്ഷേ അത് ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു രീതിയിൽ ബിസിനസ് ഉണ്ടായ ഒരു വെഹിക്കിളായിരുന്നു മാരുതിയുടെ സെന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയുടെ ബാക്ക് ഡിസൈനും. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയർ മൗണ്ട് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ടെയിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. വേറെ കൂടുതൽ ഡിസൈൻ ഗിമ്മിക്സുകളൊന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നല്ല ഡിസൈനാണ്. അത് നമുക്ക് അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതൊരു നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ആ വാഹനം പോകുന്ന സമയത്താണ് അത് കൂടുതൽ ഇങ്ങനെ കിടക്കുന്നതിനേക്കാളും കൂടുതൽ വാഹനം പോകുന്ന സമയത്താണ് നമുക്കത് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ബൂട്ട് സ്പേസ് നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഏകദേശം 380 ലിറ്ററാണ് ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് വരുന്നത്. അതായത് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൽ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു ബൂട്ട് സ്പേസ് ഉള്ളൊരു വണ്ടിയാണിത്. ഇപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ സ്പേസ് ഒന്ന് നോക്കാം.
ഈ വണ്ടിക്ക് ഹ്യുണ്ടായുടെ i30ക്ക് ലാവിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയർ സ്പേസ് ആണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ്, അതായത് ഇൻ്റലിജൻ്റ് ആയിട്ട് ഇവർ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇതുണ്ട്. സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വല്ല സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നമുക്കൊരു പ്രീമിയം ലുക്ക് കിട്ടാനാണെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ വരുന്ന കിയയുടെ വണ്ടികൾക്കെല്ലാം നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ വണ്ടിക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിട്ടുണ്ട്. ഇവിടെ രണ്ടും അതിൻ്റെ AC വെൻറ്റിലേറ്ററും ഇവിടെ നമ്മുടെ AC യുടെ കൺട്രോൾസുമാണ്. പിന്നെ വേറെ ഉള്ളത് ഇവിടെ 12 വോൾട്ടിൻ്റെ 2 ഔട്ട്പുട്ടുണ്ട്. പിന്നെ ഓക്സും ഒരു USB കണക്ടറും ഉണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഗിയർ നോബ് ഇതിന് ഫ്രണ്ടിലേക്ക് സ്റ്റിയറിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ലെതേർഡ് സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്. അതിനകത്ത് വോളിയത്തിൻ്റെ കൺട്രോൾസും ക്രൂയിസിൻ്റെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സും വൈപ്പറിൻ്റെ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ കൺസോളിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ പവർ വിൻഡോയുടെ സ്വിച്ചുകളും ഈ അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന മിറേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ കാണിച്ചു തരാം. റിവേഴ്സ് ക്യാമറ നമുക്ക് കാണുമ്പോൾ ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ. അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഗ്രാഫിക് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഏത് പൊസിഷനിലേക്ക് മൂവ് ചെയ്യും എന്നറിയുന്നതിനായിട്ടുള്ള ഗ്രാഫിക് ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇവിടെ രണ്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആൻറ്റി ക്ലിയർ ആയിട്ട് മാനുവലി ആൻറ്റി ക്ലിയർ ആയിട്ടുള്ള റിയർ വ്യൂ മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അപ്പോൾ നമ്മുടെ വണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒരു പറയാൻ വിട്ടുപോയി, അതുപോലെ ഇവിടെ തന്നെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ സ്പേസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ലെഗ് റൂമും അത്യാവശ്യം വേണ്ട ഹെഡ് റൂമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യുണ്ടായി i30 നമുക്ക് ഈ സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ഇൻറ്റീരിയർ സ്പേസ് ഉള്ള ഒരു ഹാച്ച് ബാക്കാണ് കേട്ടോ ഹ്യുണ്ടായി i30. ഇവർ പറയുന്നത് തന്നെ ഇതൊരു സ്മോൾ ഫാമിലി കാറാണെന്നാണ് ഹ്യുണ്ടായി i30 പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ വണ്ടിക്ക് 7 എയർ ബാഗ്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ 6 സ്പീക്കർ ഓഡിയോ സിസ്റ്റമാണ് നമുക്ക് ഈ വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹ്യുണ്ടായിയുടെ ഏറ്റവും സ്മോൾ കാർ എന്നുള്ള രീതിയിൽ നല്ലൊരു ബിസിനസ്, അതായത് നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു വണ്ടിയും കൂടെയാണ് നമുക്ക് ഇവിടെ ഹ്യുണ്ടായിയുടെ i30 ഓസ്ട്രേലിയയിൽ. ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന സ്മോൾ കാറിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻറ്റീരിയർ സ്പേസ് ഉള്ള ഒരു കാറുകളിൽ ഒന്നാണ് ഹ്യുണ്ടായി i30. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120 kW പവറും 203 Nm ടോർക്കുമാണ് നമുക്ക് ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകട്ടെ. നല്ല നിങ്ങൾക്ക് എൻ്റെ ഈ സീറ്റിംഗ് പൊസിഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വളരെ ലൈറ്റാണ്, കംഫർട്ടബിൾ ഡ്രൈവിംഗ് ആണ് നമുക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിരുന്നത്.